കൈരളി TV ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് വന്നു, നമ്മുടെ റിമി ചേച്ചി വന്നു പാടി, ശ്രീനാഥ് പാടി, അതുപോലെ ഷിക, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്തു. പക്ഷേ ഒരാളെ കൈരളി TV വിളിക്കാൻ വിട്ടുപോയി. വേറെ ആരുമല്ല, നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാലും അല്ലെങ്കിൽ ചാനലിലൊക്കെ നമുക്ക് കാണാം, വലിയ കണ്ണാടിയൊക്കെ വെച്ച് വന്നിരുന്ന് സംസാരിക്കും. ആക്ടർ ബാല, എനിക്ക് മൂപ്പരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ എല്ലാവരും വിളിച്ചിട്ടാണ് വരുന്നത്. മൂപ്പരെ വിളിക്കാൻ വിട്ടുപോയിരുന്നെങ്കിൽ, ബാലചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും. ഞാൻ വളരെ വളരെ ലാജിക്കായിട്ടൊരു കാര്യം പറയട്ടെ. ഇവരെ എല്ലാവരും എന്നെ പറ്റിച്ചു തരാൻ ഡിസംബർ മിസ്റ്റിൽ റിമി ടോമിനെ വിളിച്ചു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു, എന്നെ മാത്രം വിളിച്ചില്ല. ഇത് റാങ് അല്ലേ? ദിസ് ഈസ് റാങ്. நான் വളരെ கோபத்தில் இருக்கேன். நான் ദേശത്തിൽ വന്നേ. പക്ഷേ എൻ്റെ മുമ്പിൽ ഈ റെഡ് സാരി എടുത്തിരിക്കുന്ന ഈ ചേച്ചീനെ കണ്ടപ്പോൾ ഒരു റൊമാൻറ്റിക് മൂടി എനിക്ക്. എൻ്റെ ഫ്രണ്ടിൽ ഒന്ന് എണീറ്റ് നിൽക്കാവോ മാഡം? ഒന്ന് എണീറ്റ് നിൽക്കും, ഒന്ന് എണീറ്റ് നിൽക്കും. ഈ മാഡം ചിരിക്കണ്ട, പൊടി കള്ളി. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും കാണട്ടെ, ഇത്ര സുന്ദരിയായിട്ട്. ഞാൻ അവരെ നോക്കി ഞാൻ ഒരു ഡയലോഗ് പറയട്ടെ. അത് എൻ്റെ സിനിമയിലെ ഡയലോഗല്ല, അത് പ്രണവ് പറയുന്ന ഡയലോഗ്, ഹൃദയം പടത്തിൽ. അത് ഞാൻ ആ ചേച്ചിനെ നോക്കിയിട്ട് പറയാം, എനിക്കൊരു BGM സപ്പോർട്ട് പോടുങ്ക. ഏതാவது BGM இருக்குங்களா? ചേച്ചിയുടെ പേര് എനിക്കറിയില്ല. അടുത്തിരിക്കുന്ന ഹസ്ബൻഡാണ് ഒന്ന്, പുറത്ത് പോകുമ്പോൾ ഇടി കിട്ടും. ബ്ലാക്ക് സാരി എടുത്ത ചേച്ചി. ചേച്ചി മുടി ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല, മുടി ഇങ്ങനെ കെട്ടിവെക്കല്ലേ. ചേച്ചി മുടി അലിച്ചിട്, അലിച്ചിട്ട് നല്ല രസം ഉണ്ടാവും ചേച്ചി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ബാലചേട്ടൻ പറഞ്ഞതാണ്. ഇനി ഞാൻ എൻ്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാൻ ബേസിക്കലി, നിങ്ങൾ ചിലപ്പോൾ ഈ TV ഒക്കെ കാണുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണാറില്ലേ TV-യിൽ? അപ്പോൾ ഈ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ ഇവരൊക്കെ വന്നിട്ട് മലയാളം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ. ആ ക്രൂരതയൊക്കെ ചെയ്യുന്നത് ഞാനാണ്, നിങ്ങളോട് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കുറേ ക്രൂരതകൾ ഞാൻ ചെയ്യാറുണ്ട്. ഷാറൂഖ് ഖാൻ ലിഫ്റ്റ് ഇറങ്ങി വരികയാണ്, ബോളിവുഡിൻ്റെ കിങ് ആണ്. ഷാറൂഖ് ഖാൻ്റെ വോയിസ് നമുക്കറിയാം, ഒരു എന്താ പറയുക, അറെ അറെ പ്രിയ, നോ പ്രിയ, ഐ ലവ് യു, ഐ ലവ് യു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വോയിസാണ് പഴയത്. ഇതിനെ നമ്മളങ്ങ് എടുത്തിട്ട് മാക്സിമം എത്രയും കോമഡി ആക്കാൻ പറ്റും അങ്ങനെയാക്കും. അതായത് ഷാറൂഖ് ഖാൻ ലിഫ്റ്റ് ഇറങ്ങി വരുന്നു, ഫെയർ ആൻഡ് ഹാൻഡ്സത്തിൻ്റെ പരസ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഷാറൂഖ് ഖാൻ വരികയാണ്, എന്നിട്ട് പറയും, വീണ്ടും ചൂട് ഗുരു, ഷാറൂഖ് ഖാൻ കൂടെ ഇല്ലെങ്കിൽ എന്താ, ഫെയർ ആൻഡ് ഹാൻസം കൂടെ ഇല്ലേ? ഇതിൽ നിന്ന് എന്തോ മനസ്സിലാക്കാം, ഷാറൂഖ് ഖാനും ചൂട് ഗുരു വരും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ നിങ്ങളോട് ചെയ്യാറുണ്ട്. ഇത് പറയാൻ കാരണം ഞാൻ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ വോയിസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മുടെ താടി വെച്ച ലാൽ സാറിനെ അറിയില്ലേ? ആക്ടർ പ്ലസ് നമ്മുടെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ലാൽ സാർ. ഈ ലാൽ സാറിൻ്റെ മൂവീസ് ഞാൻ കാണുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഓപ്പോസിറ്റായിട്ട് വരാറുണ്ട്. അത് വേറൊന്നുമല്ല, ലാൽ സാറ് സിനിമയിൽ കരയുന്ന സീൻസ് കാണുമ്പോൾ എനിക്ക് ചിരി വരും. സാധാരണ മമ്മൂക്കയൊക്കെ കരയുന്ന കണ്ടാൽ എനിക്ക് കരച്ചിലാണ് വരുന്നത്. ലാൽ സാറ് കരയുന്ന കണ്ടാൽ എനിക്ക് ചിരി വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തെങ്കാശി പട്ടണം അല്ലെങ്കിൽ വൺ മാൻ ഷോ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്ത് നോക്കി അറിയാം, ലാൽ സാറ് കരയുന്ന ഒരു സീക്വൻസ് ഇങ്ങനെ ആയിരിക്കും. എന്നെ ഇഷ്ടമുള്ളത് മാത്രം പറയരുത്. ഇങ്ങനെ ഒരു കരച്ചിലാണ്. ഈ കരച്ചിലാണെങ്കിൽ എനിക്ക് ചിരി വരും. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മാറ്റി പറയാൻ പറ്റിയിട്ടില്ല. ഇനി അതുപോലെ ഞാൻ ഈ ബോളിവുഡ് സിനിമകൾ, ബോളിവുഡ് പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ഒരാളാണ്, കാണുന്ന. എനിക്ക് ബോളിവുഡ് ആർട്ടിസ്റ്റുകളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ഒരു 2 പേരുടെ ഒരു ഇത് പറയാം. അതിനു മുമ്പ്, ഞാൻ ഈ ആളുടെ വോയിസ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പലരും, നമ്മൾ ഓരോ ഓഡീഷൻസിലൊക്കെ പോകുമ്പോൾ പേര് പറയുമ്പോൾ തന്നെ പറയും, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുക. എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു ലെജൻഡറി അംബരീഷ് പുരി സാർ. അംബരീഷ് പുരി സാറിൻ്റെ ശബ്ദവും എൻ്റെ ശബ്ദവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഒരു ചെറിയ ശബ്ദമാണ്, അംബരീഷ് പുരി സാറിൻ്റെ ശബ്ദം വളരെ ബേസ് ആയിട്ടുള്ള വോയിസാണ്. അപ്പോൾ അംബരീഷ് പുരി സാറിൻ്റെ ശബ്ദം എങ്ങനെയാണ്? अरे शंकर, ब्लडी फूल, जा सिमरन जा, जी ले जा तुम्हारी जिंदगी, जा बेटा जा. ഇതിപ്പോൾ മാത്രമേ വരുള്ളൂ, ഇനി ചോദിച്ചാൽ വരില്ല. ഇതെങ്ങനെയോ വരുന്നതാണ്. അപ്പോൾ അതുപോലെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനുണ്ട്, ഉദിത് നാരായൺ. ഉദിത് നാരായണൻ്റെ ഫാൻസ് ഉണ്ടോ ഇവിടെ? എത്ര പേരുണ്ട് ഉദിത് നാരായൺ ഫാൻസ്? ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഉദിത്ജിയുടെ പാട്ടുകൾ എപ്പോൾ കേൾക്കുമ്പോഴും, ഉദിത്ജി ഒരുപാട് സിനിമയിൽ സാഡും ഹാപ്പി സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും സ്റ്റേജിൽ അദ്ദേഹം ലൈവായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഏത് പാട്ട് പാടുമ്പോഴും ഉദിത്ജിക്ക് വളരെ സന്തോഷമാണ്.
സന്തോഷത്തിൽ അദ്ദേഹം പാടി തീർക്കുകയുള്ളൂ. കാരണം കോട്ടൊക്കെ ഇങ്ങനെ മാറ്റി ആക്ഷൻ സോങ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ച് പാടി തീർക്കും. അതിങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ മലയാളത്തിൽ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ദിലീപേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ട്, ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമ. ഇതിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്. ഈ സോങ് ഉദിജിയാണ് പാടിയിരുന്നെങ്കിൽ ഉണ്ടാവുന്നൊരു മാറ്റമാണ്. വേറെ ഒന്നും അല്ല. സോങ് ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് പറയുന്ന സോങ്ങാണ്. ഉദിജി തുടങ്ങുന്നത് ചരണത്തിൽ നിന്നായിരിക്കും, ഇവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ ആ ഒരു ഇമോഷനാണ് മൂപ്പര് പാടിയിരുന്നെങ്കിൽ. ആ സാഡ് സോങ് ഇങ്ങനെ തുടങ്ങും. ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിനുലിഴ ആരും തുടച്ചില്ല, ദൂരെ നിന്നും പിൻവിളിക്കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. ഇനി ശ്രദ്ധിക്കണം. ഈ ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെറിയുമ്പോൾ, അച്ഛൻ മരിച്ചിടയ്ക്ക് ഉദിജിക്ക് സന്തോഷം. മച്ചകത്താരോ തേങ്ങിപ്പറക്കും അമ്പല പ്രാവുകളോ. ഇനി പുള്ളിയുടെ ഒരു മെയിൻ സാധനമുണ്ട്. ഇന്നലെ ആഹാ ആഹാ ആഹാ, ഇങ്ങനൊരു മൂഡിലായിരിക്കും അദ്ദേഹം പാടി തീർക്കുന്നത്. അതുപോലെ ഞാൻ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറാണ് ഷെയ്ൻ നിഗം. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കത്തി നിൽക്കുന്ന ന്യൂ ജനറേഷൻ താരമാണ് അദ്ദേഹം. ഇപ്പോൾ ഡിസംബർ മിസ്റ്റിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ലൈറ്റും വെട്ടവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനാ വന്നേന്നുള്ളത് എന്നെ മറന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഞാനിങ്ങനെ കറങ്ങി വരുമ്പോൾ ഷെയ്നാവും. ഷെയ്ൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കും. എന്താണ് എന്താണ് പടി? ഡിസംബർ മിസ്റ്റ് വേറെ മൂഡാണ്, കളർഫുള്ളാണ്, വേറെ പരിപാടിയാണ്, വേറെ ലീഗാണ്. ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോൾ ഈ ലൈറ്റ് അടിച്ചിട്ട് ഞാൻ വേറൊരു ട്രിപ്പിലേക്കും എനിക്ക് തിരിച്ച് വരാൻ പറ്റുള്ള. മനസ്സിലായ? അവൻ ഈ മച്ചാൻ എന്തിനാണ് ഈ കണ്ണട വെച്ച് എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? ഈ കോട്ടിട്ട മച്ചാനെ മസലോട് മച്ചാനെ അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഒരേ വൈബാണ്, ചില്ലാണ്. വൺ ലവ് എന്താണെന്നറിയോ? ഈ വൺ ലവ് എന്ന ടീം ഈ ലാജ് എന്ന് അടിക്കണ ആക്കണ ചക്രത്തിലാണ്. ആക്കണ ചക്രം എന്താണെന്നറിയോ? മൂന്നാം കണ്ണാണ്. അപ്പോൾ അത് മൂന്നാം കണ്ണിൽ പോയി അടിച്ചിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് പവർ തിരിച്ചു വരെയാണ്. വൺ ലവാണ്. എന്തെങ്കിലും മനസ്സിലായ? ആ പുള്ളി എന്താ പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയില്ല, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണേ? അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഷെയ്ൻ്റെ ഒരു കാര്യം പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാണിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മാത്രമല്ല ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു LED വാൾ ഇവിടെ ഉണ്ട്. ഈ LED വാളിൽ ഒരു 3 മിനിറ്റിൻ്റെ കുറച്ച് വിഷ്വൽസ് ഇങ്ങനെ മാറിപ്പോവും. ഈ വിഷ്വൽസിനൊന്നും അവിടെ വോയിസ് ഉണ്ടാവില്ല. ആ വോയിസ് നമ്മൾ ലൈവായിട്ട് ഡബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏകദേശം ഇന്ത്യൻ സിനിമയിലെ തന്നെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ മാറി പോവും. അപ്പോൾ എനിക്ക് ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്ത് തന്നു കഴിഞ്ഞാൽ, ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈവ് ഡബ്ബിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സ്റ്റാലിനെ നിന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. നീ ഇനി എന്തെങ്കിലും ചെയ്താ പിന്നെ നീ ഉണ്ടാവില്ല. ചേച്ചി, സ്കൂളിനെ മുതലുള്ള ശീലവും അതിപ്പോ എത്ര വലിയവനാണേലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചടിക്കും. അതിൽ പറ്റിയില്ലെങ്കിൽ തിയേറ്ററിൽ എത്തിക്കിടാ പോകും. രണ്ട് പക്ഷമുള്ള സാറേ ഇത്. ഇവനാടാ പന്നി ഗജരാജമുത്ത്. ഹൈറേഞ്ചിലാണേലും അങ്ങ് പാരീസിൽ പോയി ചോദിച്ചാലേ സാത്താനെ. അവന്റെ ഒക്കെ അമ്മയുടെ ഒരു ഗജരാജമുത്ത് പൊക്കോണം സാത്താന്റെ ഹൈറേഞ്ചിന്ന്. ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. പിന്നെ ഈ പറഞ്ഞ രണ്ടുപേരും എനിക്ക് സാറിന് തശമാണ്. സാറും മാരാജ് സ്കൂളിലെ പഴയ അവിടെ പിള്ളേരെ അതവസാനത്തെ കരുത്. പണം സേതുമാധവൻ കീരിക്കാണടിക്കാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോ നമ്മൾ അവിടെ നിന്ന് വിളിച്ചു പറയും, അവനെ തോപ്പിക്കാൻ പറ്റൂല സേതുമാധവൻ എന്ന് വിളിച്ചു പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ഇന്ന് എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. സ്റ്റീഫൻ ഒന്ന് എന്റെ കൂടെ നിന്ന് നിന്നാ മതി. ബോബിയെ നമുക്ക് അതേപോലെ അങ്ങ് തട്ടാം. ഉപദേശം കൊള്ളാം മർമ്മ സാറേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത.
ശ്രീകുട്ടി ബോംബെക്കാര ജാവൂന്ന് പറയണം. ജാവോ. അതായത് അണ്ടംപട്ട് സ്കൂളിൽ പഠിക്കണ സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് കിണയിരുന്നു. എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണോ വേണ്ടത്? ഇതോടെ നിർത്തിക്കലാല്ലേ? ரொம்ப தூரம் போயிட்ட. ஃபுல்லா முடிச்சிட்டு தான் திரும்ப வர முடியும். ஓரளவு கீழே நம்ம கிட்ட பேச்சே கிடையாது. வீச்சு தான். சார் நமக்கு முன்னாடி சந்தனத்துக்கு சரக்கு கிடைச்சிருச்சுன்னா இந்த மாதிரி நேரத்தில் வீரர்கள் எல்லாம் அடிக்கடி சொல்லும் வார்த்தை என்ன தெரியுமா? பாத்துக்கலாம். इसने शेर की जबरे में हाथ डालने की कोशिश की है. कौन है ये जो मेरी आत्मियों की गून करके उनकी गून की किस्याही की मौत की परवाने में ददस्ता ब्रा. किलरों से डर कर नौकर पार नहीं होते, कोशिश करने वालों की कभी हार नहीं होती. नानी चींटी जब दाना लेकर चढ़ती है, चढ़ती दीवारों पर सोफार फिसलते हैं. बहुत भरोसा है अपने आप पर. भरोसा भी हिम्मत भी और ताकत से और पागलपन से हद से ज्यादा. डोंट एंग्री मी. जो मैं बोलता हूं वो मैं करता हूं. जो मैं नहीं बोलता हूं वो मैं डेफिनेटली करता हूं. And you, Mr. Tangabali, you so tall, so big, but with a small heart. Chinna, Hridaya, chinna. अभी क्या करना है तो फाइट करते. Come on, let's fight. Come on, let's fight. Come on. अड़ी इडी अड़ी इडी. और इसने लड़ूंगा कि मुझे इंसाफ करूंगा जोश में चढ़ा. No. Straight and simple, boss. Common man है अट जाती है. Don't underestimate the power of a common man. Thank you so much. അപ്പോൾ താങ്ക് യു. ആ ഒരു നിറ കൈയ്യടികൾക്ക് താങ്ക് യു. അവസാനമായിട്ട് ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്. ഇതിൽ കണ്ടതിൽ വെച്ച് ഏതെങ്കിലും ഒരു ശബ്ദം ലൈവായിട്ട് കേൾക്കണമെങ്കിൽ അത് ചെയ്തിട്ട് ഞാൻ പയ്യെ വിട വാങ്ങും. ഒരൊറ്റ ഒരെണ്ണം. തിലകന പോടെ അവിടെ നിന്ന്. തിലകൻ അതിൽ കാണിച്ച ഇത് കാക്കക്കൂട്ടിൽ കല്ലിട്ട് നടക്കാണല്ലോ. ഓക്കെ, നേരത്തെ ഞാൻ അത് ചോദിച്ച് മറ്റേ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കയ്യടി ഏറ്റവും കൂടുതൽ കിട്ടിയോണ്ട് ലാലേട്ടനെ ചെയ്യട്ടെ. കാരണം ലാലേട്ടൻ നമ്മുടെ എല്ലാം വികാരമാണ്. ഞാനും വല്ലാത്തൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസംബർ മിസ്റ്റിൽ ലാലേട്ടൻ്റെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ നരൻ എന്ന് പറയുന്ന മൂവിയിൽ ജോഷ് സാർ സംവിധാനം ചെയ്ത പടത്തിലെ ക്യാരക്ടറാണ്. അപ്പോൾ നരനിലെ മുള്ളംകൊല്ലി വേലായുധൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, തിരുവല്ലയിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതെന്ന് ചെയ്തിട്ട് ഞാൻ പയ്യെ വിട വാങ്ങും. കാണുന്ന പുഴയാ സാറേ വേലായുധൻ്റെ അമ്മ. വിശന്നപ്പോ എല്ലാം മൂട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. കണ്ടില്ലേ സാർ, വേലായുധനെ യാത്ര അയക്കാൻ തിരുവല്ല മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല. സാറിന് നിൽക്കുന്ന കുട്ടി ആരാന്നറിയോ? അവളാണ് ലീല. മുള്ളംകൊല്ലിയിലെ മഹാരാജാവ് എന്ന് അവൾ എന്നെ വിളിക്കുന്നത്. ആരും കേക്കെ വിളിക്കാറില്ല, പക്ഷെ അങ്ങനെയാ വിളിക്കുന്നത്. പിന്നെ കേളപ്പേട്ടൻ. വേലായുധൻ ഇനി ഇവിടെ നിന്ന വേലായുധ കരയുന്ന നിങ്ങൾ കാണും. അത് മോശ. സാറേ തോളി കയറി വാ സാറേ, വേലായുധൻ അക്കരെ കാണും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.